Okay, today we are discussing about organometallic reactions. So in the syllabus നമുക്ക് organometallic reactionന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ ധാരാളം റിയാക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ന്യൂക്ലിയോഫിലിക്, ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ്, എലിമിനേഷൻ റിയാക്ഷൻസ്, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, ഇങ്ങനെ പല രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. സോ അത്തരം റിയാക്ഷനുകളെല്ലാം തന്നെ ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ടുകളിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ മെറ്റൽ അയോൺ ആൻഡ് അൻ ഓർഗാനിക് ലിഗാൻഡ്. അതിന്റെ കോമ്പിനേഷൻ ആണല്ലോ നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നതും. അതുപോലെ ഇവിടെ ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ടുകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം റിയാക്ഷനുകൾ ഓർഗാനിക് കെമിസ്ട്രി നടക്കുന്ന റിയാക്ഷൻ എല്ലാം തന്നെ ഓർഗനോമെറ്റാലിക് കെമിസ്ട്രിയിലും അല്ലെങ്കിൽ ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ടുകളിലും നടക്കുന്നുണ്ട്. സോ നമ്മൾ അത്തരം ഒരു റിയാക്ഷനുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ദ മെയിൻ റിയാക്ഷൻ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പുകളാണ് സാർ നമുക്ക് നോക്കാം. സോ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ ഓർഗാനിക് റിയാക്ഷനുകൾ ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ തന്നെ മോളിക്കുലർ റീഅറേഞ്ച്മെന്റ് വരാം, ഇലക്ട്രോൺ ലൂസിങ്, ഇലക്ട്രോൺ ഗെയിനിങ് വരാം, ലിഗാൻഡ് അറ്റാക്കിംഗ്, ലിഗാൻഡ് ലീവിങ് വരാം, ഫോർമേഷൻ ഓർ ബ്രേക്കിംഗ് ഓഫ് മെറ്റൽ ബോൺസ് വരാം, റിയാക്ഷൻ അറ്റ് ദ ലിഗാൻഡ് ദംസെൽവ്സ്. ലിഗാൻഡ്സിൽ തന്നെ റിയാക്ഷൻസ് നടക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് റിയാക്ഷനുകൾ നമുക്ക് ഓർഗാനിക് മോളിക്യൂൾസിൽ പോസിബിൾ ആണ്. സോ അങ്ങനെയുള്ള റിയാക്ഷനുകൾ നമ്മൾ ഇവിടെ ഈ ഓർഗനോമെറ്റാലിക് റിയാക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് കാറ്റഗറിയിലേക്ക് മീൻസ് വേർതിരിക്കുകയാണ്. വൺ, ദ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഗെയിൻ ഓർ ലോസ് ഓഫ് ലിഗാൻഡ്സ്. അതിൽ 4 എണ്ണം ഉണ്ട്. ഒന്നാമത് ലിഗാൻഡ് ഡിസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, രണ്ടാമത് ഓക്സിഡേറ്റീവ് അഡിഷൻ, മൂന്നാമത് റിഡക്റ്റീവ് എലിമിനേഷൻ, നാലാമത് ന്യൂക്ലിയോഫിലിക് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതെല്ലാം തന്നെ ഇലക്ട്രോൺ ഗെയിനിങ് അല്ലെങ്കിൽ ലോസ് മീൻസ് അല്ല ലിഗാൻഡ് ഗെയിനിങ് അല്ലെങ്കിൽ ലോസിൽ നടക്കുന്ന റിയാക്ഷനുകളാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് മോഡിഫിക്കേഷൻ ഓഫ് ലിഗാൻഡ്സ്. അപ്പോൾ ലിഗാൻഡിൽ മോഡിഫിക്കേഷൻ നടക്കും. ലിഗാൻഡ് ലീവ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ മോഡിഫിക്കേഷൻ നടക്കും. ഇൻസേർഷൻ റിയാക്ഷൻ, കാർബണൽ ഇൻസേർഷൻ, ഹൈഡ്രൈഡ് എലിമിനേഷൻ, അബ്സ്ട്രാക്ഷൻ. ഇവിടെ എല്ലാം തന്നെ ലിഗാൻഡിൽ മോഡിഫിക്കേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ റിയാക്ഷൻ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇത് നമ്മൾ സാധാരണ ഓർഗാനിക്കിൽ കാണുന്ന സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. സോ യു ക്യാൻ സീ ഹിയർ an octahedral complex MoCO6 that is substituted. There's a reaction between that complex with the PR3. Maybe try alkyl phosphine or try phenyl phosphine, just like that. Anyway, what it may be. Alkyl many parayam. Okay, anyway. So you can see the product MoCO5 PR3 and CO eliminated. So CO over the point. So it's a substitution reaction. CO removed and PR3 added. As a general rule, the coordination number, the number of electrons and the oxidation state of the central metal are preserved in this process. അപ്പോൾ ഈ പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓർഗനോമെറ്റാലിക്കിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ MoCO6 എത്ര ഔട്ടർ ഇലക്ട്രോൺസ് ഉണ്ട്? നോർമലി 18 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, അത് 18 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സോ അത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ദ റിസൾട്ടിംഗ് കോമ്പൗണ്ടിലും റിസൾട്ടിംഗ് കോംപ്ലക്സിലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർസിസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ രണ്ട് രീതിയിൽ നടക്കാറുണ്ട്. അതിന് ഒന്ന് ഡിസോസിയേറ്റീവ് മെക്കാനിസവും മറ്റൊന്ന് അസോസിയേറ്റീവ് മെക്കാനിസവും. രണ്ടു തരം മെക്കാനിസംസ് ആണ് ഈ റിയാക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അത് ഇത് കണ്ടു. ഡിസോസിയേറ്റീവ് മെക്കാനിസം എന്തായിരിക്കും? ആദ്യം ഡിസോസിയേഷൻ നടക്കും, പിന്നെ അസോസിയേഷൻ നടക്കും. പക്ഷെ അസോസിയേറ്റീവ് മെക്കാനിസം നമ്മൾ എന്ത് പറയുന്നു? ആദ്യം അസോസിയേഷൻ നടക്കും, പിന്നെ ഡിസോസിയേഷൻ നടക്കും. ആ രീതിയിൽ. Anyway, the dissociative mechanism is generally followed by the 18 electron complex such as MoCO6. അപ്പൊ ആ ഒരു കോംപ്ലക്സ് തന്നെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്തിരിക്കാം. ഇപ്പോ നമ്മളെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് കോംപ്ലക്സിൽ വി ഹാവ് 18 ഇലക്ട്രോൺസ്. And during the dissociation of one ligand from the complex changed to 16 electron species. And further, the second or guest ligand attached to these 16 electron complex and again changed to 18 electron species. അങ്ങനെ വീണ്ടും അത് 18 electron species ആയി മാറാം. So the first step is slow step. Why it is slow step? Because the initial complex is actually stable because it's 18 electron complex. അത്ര ഇഷ്ടമൊന്നുമില്ല അതിന് റിയാക്ഷൻ നടക്കാൻ. So the ligand will leave from the complex very slowly.
നമുക്കതറിയാം, അത് സ്ലോ ആയിട്ടേ പോകുള്ളൂ. എന്നാൽ once it will convert to 16 electron complex, that will become unstable. അൺസ്റ്റേബിൾ ആകുമ്പോൾ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ലിഗാൻഡുമായി കമ്പൈൻ ചെയ്യും. ദാറ്റ്സ് വെരി ഫാസ്റ്റ്. വി കനോട്ട് കൗണ്ട് ദ ഇലക്ട്രോൺസ് ഇൻ ദിസ് കോംപ്ലക്സ്. വെരി ഡിഫിക്കൽട്ട്. ദിസ് റിയാക്ഷൻ റിസംബിൾസ് ദ SN1 സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ SN1-ഉമായിട്ട് വളരെ റിസംബ്ലൻസ് ഉണ്ട്. അതുപോലെ ദി അസോസിയേറ്റീവ് മെക്കാനിസം ഇസ് ജനറലി ഫോളോഡ് ബൈ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോംപ്ലക്സസ്. സാധാരണഗതിയിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോംപ്ലക്സുകളാണ് അങ്ങനെയുള്ള ഒരു റിയാക്ഷൻസ് തരാം. യു ക്യാൻ സീ ഹിയർ a complex first attack with a ligand and a intermediate complex has formed, and this intermediate complex left one ligand, അല്ലെ, ഒരു ലിഗാൻഡിനെ ലീവ് ചെയ്യുന്നു. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ സ്റ്റെപ്പ് ആണ്, ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് is called the fast step. Okay, so the first step is the association of the ligand leaving. This is the rate determining step, that is a slow step. It is followed by a second fast step, which is 1L ligand is lost. So മറ്റേ ഡിസോസിയേഷൻ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ദിസ് റിയാക്ഷൻ റിസംബിൾസ് ദ SN2 സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി. നമുക്കത് അറിയാം. അടുത്ത റിയാക്ഷൻ ടൈപ്പ് ആണ് ഓക്സിഡേറ്റീവ് അഡീഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഹിയർ ഓക്സിഡേറ്റീവ് അഡീഷൻ ആണ്. ഓക്സിഡേഷൻ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുന്നത്. സപ്പോസ് മെറ്റൽ ഹാവിംഗ് സം sort of oxidation number, suppose 2+ ആണെന്ന് വിചാരിച്ചോളൂ. AB എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ആഡ് ചെയ്യപ്പെടുമ്പോൾ that oxidation number will increase. 2+ ആണെങ്കിൽ 4+ ആവുന്നു, 4+ ആണെങ്കിൽ 6+ ആവുന്നു. That's called oxidative addition. This addition AB എന്ന ലിഗാൻഡ് അവിടെ ആഡ് ചെയ്യപ്പെടുന്നു, അതേസമയം തന്നെ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. So I can read here. One of the most useful characteristics of transition metals in their ability to activate strong bonds, thus lead to a lot of synthetic applications. Here in this process, the transition metal inserts into a sigma AB bond. So AB le sigma AB bond, AB le bond like sigma transition metal insert ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. That AB may be H2, HCl, just like that. Anyway. And in this reaction, you can see the oxidation number of M has been changed, but not shown here, but it is automatically changed. Which is +2 will become +4. Why it is +4? To accommodate AB. AB accommodate ചെയ്യണമെങ്കിൽ അത് സംഭവിക്കാം. And reductive elimination. Reductive elimination എന്തായിരിക്കും? This process generally allows a recovery of the organic product at the end of the catalytic cycle. Reduction ആണ് നടക്കുന്നത്. So oxidation number കുറയാണ് ചെയ്യുന്നത്. Maybe while leaving AB, that gives some electrons to metal or leave some metals electrons to metal. So there some reduction will be occurring in that metal. In order to be able to create the AB bond, A and B must be cis in the coordination sphere. Other conditions പറയുന്നുള്ളൂ. And the oxidation state of the metal is reduced by 2 in the process. അപ്പോൾ 2+ ആണെങ്കിൽ 0 ആയി മാറും, 4+ ആണെങ്കിൽ 2+ ആയി മാറും. അതുപോലെ ഒരു ചെറിയ ചേഞ്ച് വരും, റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സിലബസിലുള്ളതാണ് കേട്ടോ. ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ആൻഡ് റിഡക്റ്റീവ് ഡീകപ്ലിംഗ്. അപ്പോൾ ഓക്സിഡേറ്റീവ് കപ്ലിങ്ങും റിഡക്റ്റീവ് ഡീകപ്ലിങ്ങുമാണ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നു, കപ്ലിങ്ങും കൂടെ നടക്കുന്നുണ്ട്. You can see in this reaction, നോക്കൂ, ഈ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ കോംപ്ലക്സിൽ 2 എഥിലീൻ മോളിക്യൂൾ ഉണ്ട്, അല്ലെ? എഥിലീൻ മോളിക്യൂൾ ഉണ്ട്, ആൽക്കീന്റെ 2 മോളിക്യൂൾ. ദാറ്റ് മോളിക്യൂൾസ് കപ്പിൾ ടുഗദർ, അല്ലെ? സൈക്ലോപെന്റേൻ റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഡബിൾ ബോണ്ട് വാനിഷ്ഡ്, കണ്ടല്ലോ. ദാറ്റ് കാൾഡ് ഓക്സിഡേറ്റീവ് കപ്ലിംഗ്. തിരിച്ചത് അതിന് ഇനീഷ്യൽ കോമ്പൗണ്ട് ആകുവാണെങ്കിൽ വി ക്യാൻ ടെൽ ഇറ്റ് ഇസ് റിഡക്റ്റീവ് ഡീകപ്ലിംഗ്. സോ ആ 2 ഇതിന് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു സൈക്ലോപെന്റിയൻ റിംഗ് ഫോം ചെയ്തു, അല്ലെ? അതുപോലെ റിംഗ് ഫോം ചെയ്തു. സോ ദാറ്റ് മെറ്റൽ കോംപ്ലക്സ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ് റിംഗ്. സോ നമുക്ക് വായിച്ചു നോക്കാം. ഇൻ ദിസ് പ്രോസസ് 2 pi or multiple bonded ligands combine in the coordination sphere of the metal. കമ്പൈൻ ചെയ്യുന്നത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. So you can see here, he has a triple bonded
ligand, so that combine to form a double bonded cyclic. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു. ഈ രീതിയിലാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ എന്താണ് വായിക്കാനുള്ളത്? In the case of pi ligands, the oxidation state of the metal increases by 2 units, whereas the electron count of the metal decreases by 2. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 യൂണിറ്റ് കൂടുന്നു, പക്ഷെ ഇലക്ട്രോൺ കൗണ്ട് 2 കുറയുകയാണ് ചെയ്യുന്നത്. For forming that bond, maybe they are taking electrons from the metal. അതുകൊണ്ടായിരിക്കാം, കാരണം അവിടെ റിങ് ഇനീഷ്യലി ഇല്ലല്ലോ. അപ്പൊ റിങ് ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസിനെ എടുക്കണം. അത് എടുക്കാൻ വേണ്ടിയായിരിക്കാം ആ ഇലക്ട്രോൺസിന് മെറ്റലിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, സോ അടുത്ത റിയാക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടർ ലിഗാൻഡ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. മറ്റത് നമ്മുടെ മെറ്റാസിസ്, നമ്മൾ ഗ്രബ്സ് കാറ്റലിസ്റ്റ് ഒക്കെ പോലെയുള്ള മെറ്റാസിസ് കാറ്റലിസ്റ്റ് പോലെയുള്ള മെറ്റൽ ടു കാർബൺ ഡയറക്റ്റ് ഡബിൾ ബോണ്ടാണ്. ഗ്രബ്സിന്റെ കാറ്റലിസ്റ്റിലാണ് ഇത് കൂടുതലായും കാണുന്നത്. ഗ്രബ്സിന്റെ സെക്കൻഡ് ജനറേഷൻ കാറ്റലിസ്റ്റ് ഒക്കെ മെറ്റാസിസിൽ. So here you can see here also a cycle formation and double bond changes to single bond. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പോർഷൻ മൈഗ്രേറ്ററി ഇൻസെർഷൻ ആണ്. മൈഗ്രേറ്ററി ഇൻസെർഷൻ അതുപോലെ എലിമിനേഷനും വരുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ മൈഗ്രേറ്ററി ഇൻസെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെർഷൻ നടക്കുക, അതായത് ഒരു മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനിടയിലേക്ക് മറ്റൊരു ലിഗാൻഡ് വരുന്നു. ദാറ്റ് ഇസ് കാൾഡ് ഇൻസെർഷൻ, അല്ലെ? ഒരു മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനിടയിലേക്ക് മറ്റൊരു ലിഗാൻഡ് കയറി വരുന്നു. That is called insertion. You see, there are 2 types of insertion, 1-1 insertion and 1-2 insertion. കാരണം ഇവിടെ ഒരു ലിഗാൻഡ് എന്ന് പറയുന്നത് AB is a ligand. അപ്പോൾ ഒരു കണ്ടീഷനിൽ മെറ്റലിന്റെയും X എന്ന് പറയുന്ന ലിഗാൻഡിന്റെ ഇടയിലേക്ക് A മാത്രം അതുമായി അറ്റാച്ച് ചെയ്യാം. B will be free. അത്തരം ഇൻസെർഷനെ പറയുന്ന പേരാണ് 1-1 ഇൻസെർഷൻ. ഇനി അതല്ല, എ ബിയിലെ എ എന്നത് മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ബി എന്നത് എക്സ് ലിഗാൻഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. സച്ച് ഇൻസെർഷൻ ഇസ് കാൾഡ് 1-2 ഇൻസെർഷൻ. അപ്പോൾ 1-1 ഇൻസെർഷൻ ഉണ്ട്, 1-2 ഇൻസെർഷൻ ഉണ്ട്. യു ക്യാൻ സീ മോർ അബൌട്ട് 1-1 ഇൻസെർഷൻ ആൻഡ് 1-2 ഇൻസെർഷൻ. വാട്ട് ഇസ് റിയലി ഹാപ്പനിങ്. കണ്ടില്ലേ ഇത് എങ്ങനെയാണെന്നുള്ളത്? യു സീ ഹിയർ. അപ്പൊ ഇവിടെ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ് ആണ് പറയുന്നത് ഈ റിയാക്ഷൻ. അതായത് this is a 2-step process and the type of insertion depends on the first step, which involves a coordination. അപ്പോ ഈ ഇൻസെർഷൻ, മൈഗ്രേറ്ററി ഇൻസെർഷൻ ഒരു 2 സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ് ആണ്. ആ പ്രോഡക്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ ഈ അഡീഷനെ ഏത് തരത്തിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. യു ക്യാൻ സീ ഹിയർ 1-1 ഇൻസെർഷൻ നോക്കൂ. എ ഈസ് ഇന്ററാക്ടിങ്, ഡയറക്ട്ലി ഇന്ററാക്ടിങ് വിത്ത് ദ മെറ്റൽ. അപ്പോൾ അവിടെ എക്സുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. എ ബിയിലെ എ എന്ന് പറയുന്ന മെറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിലാണ് എക്സ് എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എ എന്നത് ഹെഡ് ഓൺ ഓവർലാപ്പ് കറക്റ്റ് ആയിട്ട് എമ്മുമായിട്ടുണ്ടെങ്കിൽ there we can expect a 1-1 interaction. ഇനി അതല്ല, എയും ബിയും നേരിട്ടൊരു ഇന്ററാക്ഷൻ ഇല്ല, അതിലെ ബോണ്ട് ആണ് ഇന്ററാക്ട് ചെയ്യുന്നെങ്കിൽ, മെറ്റലുമായി ഇന്ററാക്ട് ചെയ്യുന്നെങ്കിൽ there we can expect a 1-2 insertion. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അത് അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ the X will be transferred to the A or B like that. ഇവിടെ ഒന്നാമത്തെ 1-1 insertionൽ X has been transferred to A. Now the product has formed. And second case 1-2 interaction, X has transferred to B and the product has formed. അപ്പോൾ ഈ 2 സ്റ്റെപ്പും വളരെ പ്രധാനപ്പെട്ടാണ്. Now you can see some examples. കാർബണൈൽ ഇൻസെർഷൻ പോലെ, കാർബണൈൽ ഇൻസെർഷൻ അല്ലേ പറയാറ്, CO ഇൻസേർട്ട് ചെയ്യുന്നതിൽ. So CO is inserted in between the M and X, and also SO2 has been inserted, and also special case NO has been inserted. So these are some examples only, but this is very important. The double bonded ligands, ethylene, acetylene, like that. So they are inserted in between the metal and the ligand. You see such examples. അടുത്തത് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓൺ കോർഡിനേറ്റഡ് ലിഗാൻഡ് ആണ്. ഇതും നമ്മൾ സിലബസിലുള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മുടെ കോംപ്ലക്സിന്റെ ഉള്ള ലിഗാൻഡുകളിൽ ആ ലിഗാൻഡിൽ ഒരു സ്ഥലത്ത് ഏതിലൊരു ലിഗാൻഡിൽ ആണ് റിയാക്ഷൻ നടക്കുന്നത്, നോട്ട് ഇൻ ദ മെറ്റൽ. മെറ്റലിലല്ല റിയാക്ഷൻ നടക്കുന്നത്, മെറ്റലിലല്ല സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്, ലിഗാൻഡിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ
ഇതുവരെ മെറ്റലിൽ ഇപ്പൊ നേരത്തെ ഇൻസേർഷൻ പറഞ്ഞപ്പോൾ അത് മെറ്റലിലേക്ക് വരികയായിരുന്നു അല്ലെ, മെറ്റലിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ദ റിയാക്ഷൻ ഹാപ്പൻസ് ഓൺലി ഓൺ ദ ലിഗാൻഡ് സൈറ്റ് അല്ലെ, ലിഗാൻഡിലാണ്, ലിഗാൻഡ് സൈറ്റ് ലിഗാൻഡ് ഓൺ ദ ലിഗാൻഡ്. അതിന് ഇവിടെ രണ്ട് തരം അറ്റാക്കാണ് നടക്കുന്നത്. ഒന്ന് ന്യൂക്ലിയോഫിലിക് അറ്റാക്കും, മറ്റൊന്ന് ഇലക്ട്രോഫിലിക് അറ്റാക്കും. അപ്പൊ ലിഗാൻഡിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കണമെങ്കിൽ ലിഗാൻഡ് എങ്ങനെയായിരിക്കണം? ഇലക്ട്രോഫൈൽ ആയിരിക്കണം അല്ലെ. ലിഗാൻഡ് ഇലക്ട്രോഫൈൽ ആണെങ്കിൽ മാത്രമേ ലിഗാൻഡിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കൂ. അതുപോലെ തിരിച്ചു ഇവിടെ നമ്മൾ എഫ് എന്ന് പറഞ്ഞ പറ്റും. ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. എഫ് ഈസ് ഇലക്ട്രോൺ ലീൻ ആണ്. സപ്പോസ് ഇലക്ട്രോൺ വളരെ കുറവാണ്. ആ ഇലക്ട്രോൺ വളരെ കുറവാണെങ്കിൽ ഇറ്റ് വിൽ ട്രൈ ടു ടേക്ക് ഇലക്ട്രോൺ ഫ്രം ദ ലിഗാൻഡ് അല്ലെ. അത് ഇലക്ട്രോൺ സ്വീകരിക്കും, ഇവിടുന്ന് ലിഗാൻഡിൽ നിന്ന് സ്വീകരിക്കും. അങ്ങനെ നമ്മുടെ ലിഗാൻഡ് എന്തായി മാറും? ഇലക്ട്രോൺ ലീനായി മാറും അല്ലെ. ഇലക്ട്രോൺ ലീൻ ആവില്ലേ. അപ്പോ ലിഗാൻഡും ഇലക്ട്രോൺ ലീനായി കഴിഞ്ഞാൽ, പോസിറ്റീവ്ലി ചാർജഡ് ആയി കഴിഞ്ഞാൽ, സോ എ ന്യൂക്ലിയോഫൈൽ ക്യാൻ അറ്റാക്ക് വെരി ഈസിലി. അതാണ് ഒന്നാമത്തെ കേസ്. അപ്പൊ അത് ന്യൂക്ലിയോഫിലിക് അറ്റാക്കിന്റെ കണ്ടീഷൻ എന്താണ്? ദ മെറ്റൽ വിൽ ബി ഇലക്ട്രോൺ പുവർ, means positively charged. Then the ligand will become electron lean automatically, means ligand also will become electropositive. Then the nucleophile can attack the ligand. But if the metal is electron poor, then a ligand bonded to the metal becomes more electrophilic. Electrophilic ആയി മാറും. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഓൺ ടു ദിസ് ലിഗാൻഡ് ബിക്കംസ് പോസിബിൾ ഓർ ബിക്കംസ് ഈസിയർ. അങ്ങനെ അവിടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് വളരെ ഈസി ആയി മാറും. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ആ എഥിലിൻ മോളിക്യൂൾ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. അതിന്റെ മുകളിലാണ് MEO, മിഥോക്സി സ്പീഷീസ് അറ്റാക്ക് ചെയ്യുന്നത്. അത് അറ്റാക്ക് ചെയ്യാൻ മിഥോക്സി സ്പീഷീസ് നെഗറ്റീവ് ആണ്. എന്താ അത് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം? എഥിലിൻ ഇലക്ട്രോൺ റിച്ച് ആണ് ആക്ച്വലി. പക്ഷെ എന്നിട്ടും അവിടെ റിപ്പൾഷൻ ഇല്ലാതെ റിയാക്ഷൻ നടന്നു. വൈ? ബിക്കോസ് അയൺ ഈസ് ഇലക്ട്രോൺ ലീൻ, കുറവാണ്. അപ്പോൾ അയൺ എന്ത് ചെയ്യും? ഇലക്ട്രോൺ എവിടെ നിന്ന് എടുക്കും? എഥിലിൽ നിന്ന് എടുക്കും. അപ്പൊ എഥിലിന്റെ മുകളിൽ ഷോർട്ടേജ് വരും, പോസിറ്റീവ് വരും. ദാറ്റ് പോസിറ്റീവ് ചാർജ് വിൽ ബി യൂട്ടിലൈസ്ഡ് ബൈ ദ അറ്റാക്ക് ഓഫ് MEO മൈനസ്. MEO മൈനസിന്റെ അറ്റാക്കിലാണ് അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഹിയർ ഇവിടെ ന്യൂക്ലിയോഫിലിക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിഗാൻഡിൽ പുറത്തുനിന്നൊരു സ്പീഷീസ്, നെഗറ്റീവ് സ്പീഷീസ് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം ആ അറ്റാക്ക് ചെയ്ത ശേഷം അവിടെ നിന്നൊരു മോളിക്യൂൾ പുറത്തേക്ക് പോവുകയാണ്. സോ ഇവിടെ പറയുന്നത് എഥിലിൻ ഇസ് നോട്ട് അറ്റാക്ഡ് ബൈ മെഥിലേറ്റഡ് ആനയോൺ വെൻ ഫ്രീ. അപ്പോൾ സാധാരണഗതിയിൽ എഥിലിൻ അങ്ങനെ മെഥിലേറ്റഡ് ആനയുമായിട്ട് റിയാക്ഷൻ നടക്കില്ല എന്ന് പറയാം. നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം എഥിലിൻ ഇസ് നെഗറ്റീവ് ആൻഡ് മെഥിലേറ്റഡ് ആനയോൺ ആൾസോ നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഇന്ററാക്ഷൻ നടക്കില്ല. പക്ഷെ ആ എഥിലിൻ ഇറ്റ് വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദി മെറ്റൽ കോംപ്ലക്സ്. ദെൻ ഇലക്ട്രോൺ ട്രാൻസാക്ഷൻ വിൽ ഹാപ്പൻ. ആ സമയത്ത് എഥിലിനിൽ മെഥിലേറ്റഡ് ആനയോണിന് റിയാക്ട് ചെയ്യാം, സുഖമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ, ഹിയർ യു ക്യാൻ സീ ഹിയർ ARCO അല്ലെ, ഒരു കാർബണൈൽ ഗ്രൂപ്പാണ്. ആ കാർബണൈൽ ഗ്രൂപ്പിൽ ഒരു ആൽക്കഹോൾ റിയാക്ട് ചെയ്യാണ്. സോ ആൽക്കഹോൾ അറ്റാക്ക് ടു ദി കാർബണൈൽ ഗ്രൂപ്പ്. അതിനുശേഷം അത് എസ്റ്റർ ആയിട്ട് വെളിയിലേക്ക് പോവാണ്. അപ്പോൾ അറ്റാക്ക് നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആ സ്പീഷീസ് മൊത്തമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. സച്ച് റിയാക്ഷൻസ് ആർ കാൾഡ് ന്യൂക്ലിയോഫിലിക് അബ്സ്ട്രാക്ഷൻ. If the product resulting from the nucleophilic attack leaves the coordination sphere of the metal, the reaction is called nucleophilic abstraction. അത്തരം റിയാക്ഷനിൽ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോഫിലിക് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഈ റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലീവ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് OH മൈനസ് അറ്റാക്ക് ചെയ്യുന്നു, CO ഗ്രൂപ്പിൽ OH മൈനസ് അറ്റാക്ക് ചെയ്യുന്നു, ആൻഡ് ദ റിസൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലെഫ്റ്റ് ഫ്രം ദ റിയാക്ഷൻ മിക്സർ അല്ലെ, റിലീവ് ചെയ്യുന്നു. അടുത്ത ആ റിയാക്ഷൻ നോക്കും, അതിന്റെ ഒരു അറേഞ്ച്മെന്റ് പറയുന്നതാണ്. സോ വേറെ ഒരു റിയാക്ഷൻ, അതിന്റെ ഒരു എന്താ പറയാ, വേ ഓഫ് അറ്റാക്ക്. ആൾസോ ദ സെയിം വേ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് NR3 ഒരു ട്രൈതലാമീൻ ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യും. സോ ദിസ് ഈസ് ആൾസോ കെമിക്കൽ അബ്സ്ട്രാക്ഷൻ. നല്ല ഇമ്പോർട്ടന്റ് ആണ് സംഭവം. അപ്പോൾ അവിടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഉണ്ട്, പക്ഷെ ഒരു സ്പീഷീസ് റിമൂവ് ചെയ്യുന്നു. ദാറ്റ്സ് എ
difference. Here are also some more examples for nucleophilic abstraction. You can see here in the acetylene molecule, some nucleophile has attacked. Nucleophile attack ചെയ്യുന്നു. ഇവിടെ ലീവ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ലീവ് ചെയ്തിട്ടില്ല, അങ്ങനെ അറ്റാക്ക് ചെയ്തേ ഉള്ളൂ. ഓക്കെ, താഴത്തെ കേസിൽ ലീവ് ചെയ്തിട്ടില്ല, അറ്റാക്ക് ചെയ്തേ ഉള്ളൂ മേ ബി. സോ ദിസ് ആൾസോ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്. അടുത്തത് ഇലക്ട്രോഫിലിക് അറ്റാക്ക് ആണ്. അപ്പൊ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ആകുമ്പോൾ നമുക്ക് നേരത്തെ ന്യൂക്ലിയോഫിലിക് അറ്റാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് പറയാം. എന്തായിരിക്കും ഒരു കണ്ടീഷൻ എന്താണ്? അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടന്നത്? ദ ലിഗാൻഡ് ബിക്കെയിം ഇലക്ട്രോൺ ലീൻ. ദ ലിഗാൻഡ് ബിക്കെയിം ഇലക്ട്രോൺ ലീൻ. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ ഇലക്ട്രോഫിലിക് അറ്റാക്കാ വേണ്ടത്. ഇലക്ട്രോഫൈൽ ആരാന്ന് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ ലവിങ് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് സ്പീഷീസ് ലിഗാൻഡിൽ വന്ന് പിടിക്കണം. അപ്പൊ ലിഗാൻഡ് എന്തായിരിക്കണം? ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ലിഗാൻഡ് ഇലക്ട്രോൺ റിച്ച് ആവണമെങ്കിൽ മെറ്റൽ എങ്ങനെയായിരിക്കണം? മെറ്റലും ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും അല്ലെ? അപ്പോഴല്ലേ മെറ്റൽ ഇലക്ട്രോൺ റിച്ച് ആണ്, ലിഗാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കില്ല. അപ്പൊ ലിഗാൻഡിൽ ആവശ്യത്തിന് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ദെൻ വൺ ഇലക്ട്രോഫൈൽ ക്യാൻ അറ്റാക്ക് ഓൺ ദ ലിഗാൻഡ് അല്ലെ? അപ്പൊ ഇവിടെ ആ കണ്ടീഷൻ ഉണ്ടാവാം. മറ്റൊരു കണ്ടീഷനും പറയാം. സപ്പോസ് മെറ്റൽ എങ്ങാനും ഇലക്ട്രോൺ ലീൻ ആണെന്ന് വിചാരിച്ചോളൂ, ഇലക്ട്രോൺ പുവർ ആണ് വിചാരിച്ചോളൂ. പക്ഷെ അതിന് ലിഗാൻഡിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കണം. പക്ഷെ എടുക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. മെറ്റല് ഇലക്ട്രോൺ ലീൻ ആണ്, ലിഗാൻഡിന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ എടുക്കണം, പക്ഷെ എടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ. അതെങ്ങനെയാ കണ്ടീഷൻ വരുത്താൻ പറ്റും? ആ ലിഗാൻഡ് ഓവർ ക്രൗഡിങ് ആയാൽ മതി, ഒരു സ്റ്റെറിക് ഇൻട്രൻസ് അതിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പൊ മെറ്റലിന് വലിയ ഹാൻഡ് ഒന്നും ഉണ്ടാവില്ല ആ ലിഗാൻഡിന്റെ മുകളിൽ. അപ്പൊ ആ ലിഗാൻഡ് എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ റിച്ച് സെന്റർ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാം. ദെൻ ദി ഇലക്ട്രോഫൈൽ ക്യാൻ അറ്റാക്ക് അല്ല. അപ്പൊ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇലക്ട്രോഫിലിക് അറ്റാക്ക് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് ലിഗാൻഡ് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, അതേസമയം തന്നെ മെറ്റലും ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം, ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ലിഗാൻഡ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആയിരിക്കണം. ആ സമയത്ത് മെറ്റൽ ഇലക്ട്രോൺ ലീൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ലിഗാൻഡ് സ്റ്റെറിക്കലി ഹിൻഡേർഡ് ആവുമ്പോൾ മെറ്റൽ ഡോണ്ട് ഹാവ് എനി ഡയറക്റ്റ് അക്സസ് ടു ദ ലിഗാൻഡ്. സോ ഓൾവേസ് എ ലിഗാൻഡ് വിൽ കീപ് ഇറ്റ്സ് ഇലക്ട്രോൺ ഇൻ ഇറ്റ്സ് ക്ലൗഡ്. അപ്പോൾ അത് പുറത്തുനിന്നുള്ള ഒരു ഇലക്ട്രോഫൈലിന് സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓൺ ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓൺ കോർഡിനേറ്റഡ് ലിഗാൻഡ്. അപ്പൊ ഈ രണ്ടും നല്ല ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കോ 2 മാർക്കോ ചോദിക്കാട്ടോ ഇത് എക്സാമ്പിൾ. അപ്പൊ ഈ എക്സാമ്പിളൂടെ നിങ്ങൾ എഴുതി പഠിക്കണം. സോ വളരെ സിമ്പിൾ ആണ്. സോ താങ്ക്സ്. സ്റ്റോപ്പ് ചെയ്യാം ഈ ചെറിയ പാർട്ടുണ്ടോ. കൂടുതൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.